الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد ألا إن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اتقوا الله عباد الله. സഹോദരങ്ങളെ സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കൃത്യമായി മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഉല്ലാസയാത്രക്കിടെ നല്ലൊരു മ്യൂസിയത്തിൽ കയറി കുടുംബസമേതം ജീവൻ തുടിക്കുന്ന പ്രതിമകളുണ്ട്. അതിൽ പക്ഷികളെയൊക്കെ കണ്ട ഇപ്പൊ പറക്കും എന്ന് തോന്നിപ്പോകും. അതുപോലെ പല ജീവജാലങ്ങളും തിന്നാൻ കൊതി തോന്നുന്ന പഴങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കൂട്ടത്തില് നല്ല മൂർച്ചയുള്ള തേറ്റയും നഖങ്ങളുമുള്ള വലിയൊരു സിംഹം വാപൊളച്ച് നിൽക്കുന്നു. കൂടെ 4 വയസ്സുകാരനായ ഒരു കുസൃതിക്കാരനുണ്ടായിരുന്നു. കുട്ടി പോയി ഒരു തട്ട് കൊടുത്തു. ഈ പ്രതിമ ഉരുണ്ടു വീണു. ജീവനക്കാരോടി വന്ന് സ്പർശിക്കരുത്, വിലപിടിപ്പുള്ളതാണ്, നഷ്ടം തരേണ്ടി വരും എന്നൊക്കെ പുറപുറത്തു. എന്താ ഇവിടെ സംഭവിച്ചത്? ഈ കുട്ടി യഥാർത്ഥമാണ്. ആ സിംഹം പ്രതിമയാണ്, രൂപമാണ്. രൂപവും യഥാർത്ഥവും തമ്മിൽ ഏറ്റുമുട്ടിയാൽ രൂപം പരാജയപ്പെടും, യഥാർത്ഥം ജയിക്കും. ഇതിനൊരുപാട് ഉദാഹരണങ്ങളും ഉപമകളും ഇതല്ലാത്തത് നമുക്കറിയാം. നമ്മൾ ഈ ജീവിക്കുന്ന പ്രപഞ്ചം ഒരു യഥാർത്ഥമാണ്. അള്ളാഹു സൃഷ്ടിച്ചതാണ്. അതിലുള്ള ഓരോ വസ്തുക്കളും അവയവയുടെ ധർമ്മം നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ്. തെരീക്കത്തുകാർക്കൊരു ജൽപ്പനുണ്ട്, ഇതൊന്നും ഉള്ളതല്ല. അവർ പറയും ഉള്ളതൊന്നും ഉള്ളതല്ല, ഉള്ളതിന് നാശമില്ല, ഉള്ളതിൻ്റെ ഉള്ളിലുണ്ടോ ഒരുള്ളത് എന്നൊക്കെ പറയും. പഴയ കാലത്തൊക്കെ നമ്മൾ കേട്ട പാട്ടുകളാണ് അതൊക്കെ. അങ്ങനെയല്ല. അല്ലാഹു തആല പറയുന്നത് ഈ പ്രാപഞ്ചിക വസ്തുക്കളെ സംബന്ധിച്ച് ഖാല റബ്ബുനല്ലദീ അഅതാ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനെ പരിചയപ്പെടുത്തിയില്ലേ? ഓരോ വസ്തുവിനും അതിൻ്റെ പ്രകൃതം നൽകി അതിന് വഴി കാണിക്കുകയും ചെയ്തു. അങ്ങനെയുള്ളവനാണ് നമ്മുടെ രക്ഷിതാവ്. ഫതബാറക്കല്ലദീ അഹ്സനുൽ ഖാലിഖീൻ ഖുർആനിൽ കാണാം. ഏറ്റവും നന്നായി സൃഷ്ടികർമ്മം നടത്തുന്നവനായ അള്ളാഹു, അവൻ അനുഗ്രഹപൂർണനാണ്. അള്ളാഹു എല്ലാ വസ്തുക്കളെയും ഒറിജിനലായി സൃഷ്ടിച്ചു വെച്ചതാണ്. അപ്പൊ നമ്മൾ ജീവിക്കുന്ന പ്രകൃതി മിഥ്യയല്ല, സത്യമാണ്, യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യമായ പ്രകൃതിയിലേക്ക് നമ്മൾ ഇറങ്ങി ജീവിക്കുകയാണ്. അങ്ങനെ ആ പ്രകൃതിയോട് പൊരുതാൻ നമ്മുടെ കയ്യിലുള്ള ഇസ്ലാം അത് രൂപമായി പോയാൽ അത് വെറും
ഒരു പ്രതിമ കണക്കെ ആയിപ്പോയാൽ നമ്മൾ പരാജയപ്പെട്ടു, വിജയിക്കാൻ കഴിയൂല. യഥാർത്ഥ ജയിക്കുള്ളൂ. അള്ളാഹു ഇവിടെ നിശ്ചയിച്ച കുറ്റകൃത്യങ്ങൾ അത് യഥാർത്ഥ കുറ്റകൃത്യങ്ങളാണ്, വെറും തമാശയല്ല. കള്ള് യഥാർത്ഥമാണ്, അത് കുടിച്ചാൽ മസ്തുണ്ടാകും, ലഹരി ഉപയോഗിച്ചാൽ മസ്തുണ്ടാകും എന്നതൊരു യാഥാർത്ഥ്യമാണ്. അത് ഉപയോഗിക്കുന്നവരുടെ അനുഭവമാണത്, വ്യാജമല്ല. അതിനോട് മല്ലിട്ട് ജയിക്കണമെങ്കിൽ മനുഷ്യനിൽ ഒറിജിനൽ ഇസ്ലാം ഉണ്ടാകണം. അവനൊരു അവകാശവാദവുമായി, ഒരു രൂപവുമായി, ഇസ്ലാമിന്റെ ഒരു രൂപവുമായാണ് ജീവിക്കുന്നതെങ്കിൽ ഓൻ തോറ്റു. തോൽക്കുക. കള്ളുടി ജയിക്കും, പലിശ ജയിക്കും. ഇസ്ലാമിന്റെ രൂപം മാത്രമുള്ള മുസ്ലിം തോറ്റു. അപ്പൊ ഇസ്ലാമിനൊരു രൂപവുമുണ്ട്, ഒരു യാഥാർത്ഥ്യമുണ്ട്. ഇത് തിരിച്ചറിയാൻ വേണ്ടിയാണ് തുടക്കത്തിലെ ഉപമ പറഞ്ഞത്. നമ്മിലുള്ള ഇസ്ലാം ഏതാണെന്ന് പരിശോധിക്കാം. അല്ലാതെ ഇസ്ലാം എന്ന് പറയുന്നത് ഒരു രൂപം, അങ്ങനെയല്ല. ഇസ്ലാം യാഥാർത്ഥ്യമാണ്. അള്ളാഹുവിന്റെ കൽപ്പനകളും വിരോധനകളും യാഥാർത്ഥ്യമാണ്. ശരീഅത്ത് പരമസത്യമാണ്. നാം അത് ഉൾക്കൊണ്ടതിന്റെ തോതാണ് ഞാൻ പറയുന്നത്. നമ്മിലുള്ള ഇസ്ലാമിൽ ഹഖീഖത്തില്ല, യാഥാർത്ഥ്യമില്ല എന്ന് പറയുകയല്ല, ഉണ്ട്, യാഥാർത്ഥ്യമുണ്ട്. അതിന്റെ ശതമാനം എത്രയാണ്? രൂപത്തിന്റെ ശതമാനവും യാഥാർത്ഥ്യത്തിന്റെ ശതമാനവും എത്രയാണ്? രൂപമാണ് മികച്ചു നിൽക്കുന്നത്, കൂടുതലുള്ളത്. രൂപത്തിന് നല്ല പരിഗണന ഉണ്ട് കേട്ടോ. കാരണം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന മനുഷ്യൻ തന്നെ മരണപ്പെട്ടാൽ മയ്യത്തുസ്കരിക്കും, മയ്യത്ത് പരിപാലനമൊക്കെ നടത്തും, അവരെയും കണ്ടാ സലാം പറയും, മുസ്ലിമാണ് എന്നുള്ള പരിഗണനയൊക്കെ കൊടുക്കും. രൂപം ചില്ലറക്കാരനൊന്നും അല്ല. പക്ഷെ ആത്യന്തികമായ വിജയമുണ്ടാകണമെങ്കിൽ ആ വ്യക്തിയുടെ ഇസ്ലാമിന് യാഥാർത്ഥ്യമുണ്ടാകണം, അല്ലെങ്കിൽ പരാജയപ്പെട്ടു പോകും. ഇസ്ലാമിയത്ത് നിർവഹിക്കേണ്ട ധർമ്മം നമ്മിൽ ഇസ്ലാം നിർവഹിക്കണമെങ്കിൽ യഥാർത്ഥമാകണം. റസൂല് പറഞ്ഞല്ലോ, ലാ യസ്നി സാനി ഹീന യസ്നി വഹുവ മുഅ്മിൻ. വ്യഭിചരിക്കുന്നവൻ വ്യഭിചരിക്കുന്നില്ല, അവൻ വിശ്വാസിയായിക്കൊണ്ട്. വലാ യശ്റബുൽ ഖംറ ഹീന യശ്റബുഹാ വഹുവ മുഅ്മിൻ. കള്ളു കുടിക്കുന്ന സന്ദർഭത്തിൽ അവൻ കുടിക്കുന്നില്ല, വിശ്വാസിയായിക്കൊണ്ട്, മുഅ്മിനായിക്കൊണ്ട്. വലാ യസ്രിഖു സാരിഖു ഹീന യസ്രിഖു വഹുവ മുഅ്മിൻ. കള്ളൻ കക്കുന്നില്ല, അവൻ കക്കുന്ന സമയത്ത് ഈമാനുള്ളവനായിക്കൊണ്ട്. ആ സമയത്ത് ഈമാൻ ഇല്ല, ഈമാൻ തോറ്റു, കള്ളൂടി ജയിച്ചു. ഈമാൻ തോറ്റു, കളവ് എന്ന യാഥാർത്ഥ്യം ജയിച്ചു. ഈമാൻ തോറ്റു, വ്യഭിചാരം എന്ന ഈ പ്രകൃതിയിൽ അല്ലാഹു ഉണ്ടാക്കി വെച്ച ആ വസ്തുത ജയിച്ചു. ഈ മനുഷ്യന്റെ ഈമാൻ തോറ്റു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായിട്ട് പറഞ്ഞുതരാ, ഇദാ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം ഈമാൻ കുറയുകയും കൂടുകയും ചെയ്യുന്ന ഒരു സാധനമാണ്. അത് ചില സമയത്ത് ജയിക്കും. ഈ വ്യക്തിയിൽ എത്രയാണോ അതുള്ളത്, അതിന്റെ യാഥാർത്ഥ്യമുള്ളത്, അത്ര കണ്ടത് ജയിക്കും. ചിലപ്പോൾ തോറ്റു, ആ വ്യക്തിക്ക് രൂപം മാത്രമേ ഉണ്ടാവുള്ളൂ, മൂമിനാന്നും പറഞ്ഞിങ്ങനെ നടക്കുകയാണ്. ഇതൊക്കെ നമ്മുടെ അനുഭവങ്ങളാണ്, മനുഷ്യ ജീവിതത്തിലുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് മരിച്ചാഹറത്തിലെത്തി വിചാരണക്ക് നേരിടുന്നതിന് മുമ്പ് ഓരോ വ്യക്തികളും അവരവരിലുള്ള ഇസ്ലാം അത് രൂപമാണോ യാഥാർത്ഥ്യമാണോ എന്ന് പരിശോധിക്കണം. നമ്മുടെ മുൻഗാമികൾ, അവരുടെ ചരിത്രങ്ങളൊക്കെ നമ്മൾ കേൾക്കാറുണ്ടല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഖൈറു ഉമ്മത്തി അൽ ഖർനുൽ ലദീന യലൂനി. എന്റെ സമുദായത്തിൽ ഏറ്റവും നല്ലവർ എന്നോടടുത്ത നൂറ്റാണ്ടുകാരാണ്, തലമുറയാണ്. സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. പിന്നെ അടുത്ത തലമുറ താബിഈങ്ങൾ, റസൂലിനോട് അടുത്ത തലമുറ സഹാബത്ത്, പിന്നെ താബിഈങ്ങൾ, പിന്നെ തബഉ താബിഈങ്ങൾ. അങ്ങനെയാണ്
അതിന്റെ ക്രമമെന്ന് ഇമാം മുസ്ലിം നിവേദനം ചെയ്ത ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഈ ഹദീസ് സാധാരണഗതിയിൽ നമ്മുടെ ഇടയിൽ ഉരുത്തിരിഞ്ഞു വരാറുള്ള ഒരു ചോദ്യത്തിന്റെ മറുപടിയാണ്. നമ്മൾ നിസ്കരിക്കാറില്ലേ? നമ്മൾ നോമ്പെടുക്കുന്നില്ലേ? നമ്മൾ ഹജ്ജ് ചെയ്യാറില്ലേ? നമ്മൾ മുസ്ലിമീങ്ങളല്ലേ? എന്നിട്ട് എന്തുകൊണ്ട് ഒരു പ്രത്യക്ഷമായ വിജയം നമ്മിലുണ്ടാകുന്നില്ല? നമ്മ പലരും പരാജയപ്പെടുത്തി കളയുന്നു. അതെന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? ആ ചോദ്യത്തിന്റെ മറുപടിയാണിത്. ഇസ്ലാമുണ്ട്, സംഗതി ശരിയാണ്, പക്ഷേ അതിന്റെ യാഥാർത്ഥ്യം വളരെ കുറവാണ്. ഹുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം അറിയാലോ. അദ്ദേഹത്തെ പിടിച്ചു കൊണ്ടുപോയി, എന്നിട്ട് മക്കയിൽ വിറ്റു. ഹാരിസിന്റെ കുടുംബക്കാരാ വാങ്ങിയത്. ഹാരിസിനെ ബദറിൽ വെച്ച് വകവരുത്തിയത് ഹുബൈബായിരുന്നു. അതിന്റെ പ്രതികാരം തീർക്കാൻ വേണ്ടിയിട്ട് മക്കള് വിലക്ക് വാങ്ങിയതാണ്, കണക്കില്ലാത്ത പൈസയും കൊടുത്ത് ഹുബൈബിനെ. എന്നിട്ട് ചങ്ങലക്കിട്ടു ഹാരിസിന്റെ തറവാട്ടിൽ. മക്കളൊക്കെ വന്നു, കുടുംബാംഗങ്ങളൊക്കെ വന്നു. ഒരു ചെറിയ കുട്ടി, ആ വീട്ടിലുള്ള കുട്ടി ഹുബൈബിന്റെ അടുത്ത് വന്നു. കുട്ടിക്ക് കാര്യം അറിയില്ലല്ലോ. അതിനു മുമ്പ് ഹുബൈബ് അദ്ദേഹത്തിന്റെ മുടി വെട്ടാൻ അന്ന് ഉപയോഗിക്കുന്ന ഒരു കത്തി വീട്ടുകാരോട് ചോദിച്ചു വാങ്ങിയിരുന്നു. ചങ്ങലക്കെട്ട മനുഷ്യനല്ലേ, ഒരു അന്ത്യാഭിലാഷം എന്ന നിലക്ക് അവർ കൊടുത്തു. പെണ്ണുങ്ങളെ വീട്ടിലുണ്ടായിരുന്നു. അപ്പോഴായി കുട്ടി വന്നത്. കുട്ടീനെ എടുത്ത് മടിയിൽ വെച്ചു, കയ്യിൽ കത്തിയും. ഇതിങ്ങനെ കണ്ടപ്പോ വീട്ടുകാരിക്ക് വലിയ ബേജാറായി. കൊല്ലാൻ കൊണ്ടുപോകുന്ന മനുഷ്യനായിരുന്നു. കയ്യിൽ കത്തിയും വീട്ടിലെ കുട്ടിയും. ഈ കുട്ടീനെ വെച്ച് രക്ഷപ്പെടാനൊക്കെ നല്ല ചാൻസുമാണ്, എന്തും ചെയ്യാം. ഹുബൈബിന് കാര്യം മനസ്സിലായി. നിങ്ങളെന്താ ഇങ്ങനെ നോക്കുന്നത്? കുട്ടി എന്റെ മടിയിലാ, കയ്യിൽ കത്തിയുണ്ട്, അത് കണ്ടിട്ടാ? അവര് പറഞ്ഞു, അതെ, ഞാനൊന്നും ചെയ്യില്ല. ഇങ്ങനെയൊന്നും ചെയ്യാൻ പറയുന്ന മതമല്ല ഞങ്ങളുടെ മതം. കുട്ടിയെ എഴുന്നേറ്റ് പോയി. അവരാശ്ചര്യപ്പെട്ടു. അവര് പിന്നീട് പറയുന്നുണ്ട്, ഇത്രയും നല്ലൊരു മനുഷ്യനെ ഞങ്ങൾ കണ്ടിട്ടില്ലേ എന്ന്. പക്ഷേ കഴുമരത്തിൽ കയറ്റി ഹുബൈബിനെ ദൂരെ കൊണ്ടുപോയി, ഹറമിന്റെ പുറത്തു കൊണ്ടുപോയി, ഹില്ലിൽ കൊണ്ടുപോയി, കഴുമരത്തിൽ കയറ്റി അതിൽ കെട്ടിയിട്ടു. മാംസങ്ങൾ ഓരോന്നായി അരിഞ്ഞെടുക്കുന്ന രംഗം. അവർക്ക് ആ സമയത്തൊക്കെ ഹുബൈബിനോട് പറയാനുള്ളത്, മുഹമ്മദിനെ തള്ളിപ്പറഞ്ഞാ മതി, നിന്നെ വിട്ടേക്കാം. എനിക്ക് പകരം ഇവിടെ മുഹമ്മദാണെന്ന് നീ ആഗ്രഹിച്ചാൽ മതി, നിന്നെ വിട്ടേക്കാം. ഹുബൈബ് ഉറക്കെ പ്രഖ്യാപിച്ചു, റസൂലിന്റെ കാലിൽ ഒരു മുള്ളു തറിക്കുന്നത് പോലും എനിക്കിഷ്ടമില്ല. ഇതിന് പകരം മഹാനായ ഹുബൈബ് മരണം മുന്നിൽ കാണുകയാണ്. അദ്ദേഹം ആ കഴുമരത്തിൽ വെച്ചെന്ന് പറഞ്ഞു, ഫദൽ അർശി സബ്ബിർനി അലാ മാ യുറാദു ബി. അർശിന്റെ ഉടമയായ അല്ലാഹുവേ, എനിക്ക് നീ ക്ഷമ പ്രദാനം ചെയ്യണേ. ഇവരെന്തൊക്കെയോ ഉദ്ദേശിക്കുന്നു. ഫഖദ് ബല്ലഉ ലഹമി വഖദ് യാസമതു മഈ. എന്റെ ആശയൊക്കെ നിരാശയായിക്കൊണ്ടിരിക്കുകയാണ് റബ്ബേ. എന്നെ ഇഞ്ചിഞ്ചായി അവര് കൊല്ലുകയാണ്. വദാലിക ഫീ ദാത്തിൽ ഇലാഹി വയശ യുബാരിക് അലൽ ഔസാദി ശിൽബിൻ മുമസ്സഈ. ഈ പിച്ചു ചീന്തപ്പെടുന്ന അവയവങ്ങൾക്കും ബർക്കത്ത് ചെയ്യാൻ അല്ലാഹുക്ക് കഴിയല്ലോ. പച്ചയായ ശരീരത്തിൽ നിന്ന് ഓരോ കഷ്ണങ്ങൾ അടർത്തിയെടുക്കുകയാണ് ഹുബൈബിന്റെ. ഹുബൈബ് പറഞ്ഞു, ഫഖദ് ഖയ്യറൂനിൽ കുഫറ വൽ മൗത ദൂനഹു വഖദ് ഹാമലത് ഐനായ മിൻ ഗൈരി മജ്സഈ. അവരെനിക്ക് സ്വാതന്ത്ര്യം നൽകിയിരിക്കുകയാണ്. ഒന്നുകിൽ മരിക്കാം, അല്ലെങ്കിൽ കാഫിറാകാം. റസൂലിനെ തള്ളിപ്പറയാം, ബഹുദൈവ വിശ്വാസം സ്വീകരിക്കാം. ഇതിനെനിക്ക് സ്വാതന്ത്ര്യം തന്നിരിക്കുകയാണ്. വമബി ഹദാറുൽ മൗതി ഇന്നി ലമയ്യതു വലാകിൻ ഹദാരി ജുഹ്മു നാരിൻ മുലഫഈ. മരിക്കുന്നതിന് പേടിയൊന്നുമില്ല, കാരണം ഞാൻ മയ്യത്താണല്ലോ. ഹുബൈബ് പറയാ അവിടെ വെച്ച്, ഇപ്പൊ മരിച്ചോ, അതിന് പേടിയൊന്നുമില്ല. ഇല്ലെങ്കിലും ഞാൻ മയ്യത്താണല്ലോ, എപ്പോഴെങ്കിലും ഒരിക്കലും മരിക്കണ്ടേ. എന്റെ പേടി, ഞാൻ ശ്രദ്ധിക്കുന്നത്, എന്റെ മുന്നിലൊരു നരകമുണ്ട്, അതിൽ നിന്ന് രക്ഷപ്പെടണം. അതാണ് എൻ്റെ മനസ്സിലുള്ള അവസ്ഥ. അതുകൊണ്ട്
അള്ളാന്റെ മാർഗത്തിൽ എങ്ങനെ മരിച്ചാലും എനിക്കൊരു പ്രയാസമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയൊരു ഹുബൈബുണ്ട്. ആ ഹുബൈബിനൊരു ഇസ്ലാമുണ്ട്, ഒരു ഈമാനുണ്ട്. അത് രൂപമല്ലായിരുന്നു, അത് യഥാർത്ഥമായിരുന്നു. ആ യഥാർത്ഥത്തിന്റെ മുന്നിൽ സർവ പീഡനങ്ങളും പരാജയപ്പെട്ടു, സകല നിർബന്ധങ്ങളും പരാജയപ്പെട്ടു. ഹുബൈബ് ജയിച്ചു, ഹുബൈബിന്റെ ഈമാൻ ജയിച്ചു. ഒരുപാട് കഥകൾ നമുക്കറിയാം. സ്വഹൈബ് റൂമി മദീനത്തേക്ക് ഹിജ്റ പോയി. വലിയ സമ്പന്നനാണ്, മക്കയിൽ ഇഷ്ടം പോലെ കച്ചവടം ചെയ്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ഖുറൈശികൾ പിടിച്ചിട്ട് പറഞ്ഞു, നീ ഇവിടെ വെച്ചുണ്ടാക്കിയതൊക്കെ കൊണ്ടുപോവാണോ മദീനത്തേക്ക്? അദ്ദേഹം പറഞ്ഞു, എൻ്റെ സ്വത്താണോ നിങ്ങൾക്ക് ആവശ്യം? അതെ, ഞാൻ ഒറ്റക്ക് പോകാം, എൻ്റെ സ്വത്ത് ഞാൻ കൊണ്ടുപോകുന്നില്ല, ഇന്നടത്തുണ്ട്, നിങ്ങൾ എടുത്തോ. ഒരു വലിയ സമ്പന്നൻ അദ്ദേഹത്തിന്റെ മുന്നിൽ ഈമാൻ ജയിക്കുകയും അദ്ദേഹത്തിന്റെ സമ്പത്ത് പരാജയപ്പെടുകയും അതല്ലെങ്കിൽ ആ ആർത്തി പരാജയപ്പെടുകയും ചെയ്യുന്നൊരവസ്ഥ. കാരണം സുഹൈബിന്റെ ഈമാൻ, സുഹൈബിന്റെ ഇസ്ലാം, അതിന് യാഥാർത്ഥ്യമുണ്ടായിരുന്നു. അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞപ്പോൾ അവർ വിശ്വസിച്ചു, ലാ റാസിഖ ഇല്ലല്ലാഹ്, അള്ളയാണ് റിസ്ക് തരുന്നവൻ, ലാ ദാറ വലാ നാഫിയ ഇല്ലല്ലാഹ്, അള്ളയല്ലാതെ ഒരു ഉപകാരമോ ഉപദ്രവമോ വരുത്തുകയില്ല. ലഹുൻ നിഅമ, അള്ളാഹുവിൻ്റെതാണ് നിഅമത്തുകൾ മുഴുവനും, അവന്റെ ഇഷ്ടാണ് നടക്കേണ്ടത്. വബിയദിഹി മലകൂതു കുല്ലി ഷൈ, അവനാണ് സർവാധിപതി, ഞാൻ അവനെ സമർപ്പിച്ചിരിക്കുന്നു എന്ന വിശ്വാസമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹിലൂടെ അവർ ഉൾക്കൊണ്ടത്. ഇന്ന് നമ്മിലൊക്കെ ഇസ്ലാമുണ്ട്, നമ്മളൊക്കെ മുസ്ലിങ്ങളാ, മുഅ്മിനീങ്ങളാ. പക്ഷെ രൂപത്തിന് യാഥാർത്ഥ്യത്തിന്റെ പേരിട്ടിരിക്കുന്നു. ആ രൂപത്തെ യാഥാർത്ഥ്യത്തിന്റെ സ്ഥാനത്ത് ഇറക്കി വെച്ചിട്ട് അതാണ് ഇസ്ലാം എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നു നമ്മിൽ പലരും. പൂർണ്ണമായി ഈമാനിന്റെ യാഥാർത്ഥ്യം നമ്മിലില്ല എന്ന് പറയുകയല്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ യാഥാർത്ഥ്യത്തിന്റെ ശതമാനക്കുറവ് നല്ലോണം ലോകം അനുഭവിക്കുന്നുണ്ട്. പക്ഷെ ഈ രൂപം ഉണ്ടല്ലോ, ഈ രൂപം മറുപുറത്തുള്ള ആളുകൾ കാണുമ്പോൾ അവര് വിചാരിക്കുന്ന യഥാർത്ഥ ഇസ്ലാമാണെന്ന്. അതുകൊണ്ട് തന്നെ അവർക്ക് പേടിയും. ഇസ്ലാമിനെ അള്ളാഹുവിന്റെ മതമായതുകൊണ്ട് പേടിയാണ്, എല്ലാവർക്കും പേടിയാണ്. പക്ഷേ ഇടക്കവർക്ക് മനസ്സിലാകും ഇത് യഥാർത്ഥല്ല, രൂപം മാത്രമാണ് എന്ന്. പിന്നെ പലരും ധൈര്യം കാണിക്കും. ഈ പ്രതിമകൾ വെക്കാറില്ലേ കൃഷിയിടങ്ങളിലൊക്കെ, പന്നി വരാതിരിക്കാൻ, പ്രാവുകൾ വരാതിരിക്കാൻ പാടത്തൊക്കെ പ്രതിമകൾ വെക്കാറില്ലേ? പക്ഷികൾ വരൂല, മനുഷ്യനാണെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ആ കൂട്ടത്തിലുണ്ടാവും ചില സാമർഥ്യമുള്ള പക്ഷികൾ. കാക്കക്ക് സംഗതി മനസ്സിലായി, ആ പ്രതിമേന്റെ തലയിൽ പോയി ഇരുന്ന്. അപ്പൊ ബാക്കിയുള്ള പക്ഷികൾ മനസ്സിലാക്കി ഇത് പ്രതിമയാ, കാക്ക ഇരുന്ന് കണ്ടില്ലേ, അവരും വരാൻ തുടങ്ങി. ഇതാണ് ഇന്ന് മൊത്തത്തിൽ ഉമ്മത്തിന്റെ അവസ്ഥ. അപ്പൊ പിന്നെ പലരും ധൈര്യം കാണിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലായി യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കാൻ ശ്രമിക്കണം, എങ്കിലേ രക്ഷയുള്ളൂ. ഇഹത്തിലും പരത്തിലും എങ്കിലേ രക്ഷയുള്ളൂ. ഈ രൂപം ചെറുതായി കാണുകയല്ല, ഈ രൂപം അള്ളാഹുവിന് ഇഷ്ടാണ്. ഈ നമസ്കാരവും നോമ്പും ഒക്കെയായി നമ്മൾ കൊണ്ടു നടക്കുന്ന ഈ ഇസ്ലാമിന്റെ രൂപം ഉണ്ടല്ലോ, അത് അള്ളാഹുവിന് വളരെ ഇഷ്ടാണ്. എന്തേ കാരണമെന്ന് പറഞ്ഞാൽ ഈ രൂപം അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ ആളുകൾ നൂറ്റാണ്ടുകളോളം എടുത്തണിഞ്ഞ രൂപമാണ്. അവരീ രൂപത്തിലാ ജീവിച്ചത്. അവന്റെ ഇഷ്ടദാസന്മാർ പ്രകടിപ്പിച്ച ഈ രൂപം, ഉള്ളിൽ യാഥാർത്ഥ്യമുള്ളതോടുകൂടി അവരെ ഉപയോഗിച്ച ഈ രൂപം, ആ രൂപമാണ് നമുക്ക് കൈമാറി കിട്ടിയിരിക്കുന്നത്. ഈ രൂപമുള്ളവർക്ക് യാഥാർത്ഥ്യത്തിലേക്ക് എത്തിപ്പെടാൻ വളരെ എളുപ്പമാണ്, ഒന്ന് ശ്രമിച്ചാൽ മതി. നേരെ മറിച്ച് ഈ രൂപമില്ല, കുഫറിന്റെ രൂപമുള്ളത്. എന്നാൽ അവർക്ക് ഇസ്ലാമിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് എത്താൻ പ്രയാസമാണ്. ഒരുപാട് കടമ്പകളും തടസ്സങ്ങളും ഉണ്ടാകും, എത്തിപ്പെടാൻ കഴിയില്ല. അൽഹംദുലില്ലാ, നമുക്ക് രൂപം ലഭിച്ചിട്ടുണ്ട്. നമ്മൾ മുസ്ലിം ഉമ്മത്തിലാ, മുസ്ലിം കുടുംബത്തിൽ ജീവിച്ച ആളുകളാ. നമുക്ക് ഈമാൻ മനസ്സിലായിട്ടുണ്ട്, ഇസ്ലാം മനസ്സിലായിട്ടുണ്ട്, നമസ്കരിക്കുന്നുണ്ട്, നോമ്പെടുക്കുന്നുണ്ട്. ഇനി ഇതിന്റെ അകക്കാമ്പ് കൂടുതൽ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു പരിവർത്തനം അതുകൂടി നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ എത്രയോ വിജയിച്ച് മുന്നേറിക്കൊണ്ടിരിക്കും. അള്ളാഹ് പറഞ്ഞില്ലേ,
വഅൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ. മുഅ്മിനീങ്ങളോട് അല്ലാഹ് പറയുന്നു, നിങ്ങൾ മുഅ്മിനീങ്ങളാണ്, നിങ്ങൾ എന്നെ ജയിക്കുക. നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ നിങ്ങൾ തന്നെയാണ് വിജയിക്കുക എല്ലാ സന്ദർഭത്തിലും. വഅൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ യാ അയ്യുഹല്ലദീന ആമനു ആമിനു. അല്ലാഹുവിന്റെ ഒരു പറച്ചൽ, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിച്ച മുഅ്മിനീങ്ങളെ, ആമിനു, നിങ്ങൾ വിശ്വസിക്കുകയും, വിശ്വസിച്ചവരെ വിശ്വസിക്കുകയും. മുസ്ലിമായ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ വിളിച്ചിട്ട് അല്ലാഹ് പറഞ്ഞു, അസ്ലിം, മുസ്ലിമായ ഇബ്രാഹിമെ ഒന്ന് കീഴ്പ്പെട്, ഒന്നുകൂടി കീഴ്പ്പെട്. അപ്പൊ നമ്മൾ ഏത് സ്റ്റേജിലാണോ ഉള്ളത് അവിടം കൊണ്ട് നിർത്താതെ കുറച്ചുകൂടി ഇസ്ലാം മുസ്ലിം ആകുക, കുറച്ചുകൂടി മുഅ്മിനാകുക. അത് വയലുകൊണ്ട് നടക്കുന്നതല്ല, ക്ലാസ് കൊണ്ട് നടക്കുന്നതല്ല. ഓരോ വ്യക്തികളും അവരുടെ മനസാക്ഷിയോട് പറഞ്ഞുകൊണ്ടേയിരിക്കണം. നടക്കും ഇൻഷാ അല്ലാഹ്. ഈ ഉമ്മത്തിനൊരു പ്രത്യേകത ഉണ്ട്. ഈ ഉമ്മത്തിന്റെ പ്രത്യേകത തന്നെ മറ്റ് മതങ്ങളെപ്പോലെ പൂർണ്ണമായി നശിച്ചു പോകൂല. ഹഖീഖത്ത്, യാഥാർത്ഥ്യം നശിച്ചു പോകൂല. അള്ളാഹു കാത്തു സൂക്ഷിക്കും. ഖിയാമത്ത് നാൾ വരെ അള്ളാഹു കാത്തു സൂക്ഷിക്കും. അള്ളാഹുവിന്റെ റസൂൽ നമ്മോട് പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ മറ്റ് മതവിഭാഗത്തിന് ഒന്നുമില്ലാത്ത ഒരു വേദഗ്രന്ഥം നമ്മുടെ കയ്യിലുണ്ട്. ഒരു കടന്നു കയറ്റത്തിനും അല്ലാഹ് വിട്ടുകൊടുക്കാത്ത, ഒരു മാറ്റത്തിരുത്തലുകൾക്കും വിധേയമാക്കപ്പെടാത്ത ഒരു ഗ്രന്ഥവും നമ്മുടെ കയ്യിലുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞില്ലേ ഒരു ദിവസം, തൂബാലിൽ ഉറബാ, അപരിചിതർക്ക് മംഗളം, അപരിചിതർക്ക് മംഗളം. സഹാബത്ത് ചോദിച്ചു, മനിൽ ഖുറബാഉ യാ റസൂലല്ലാഹ്, ആരാണ് ഈ അപരിചിതർ? ഖാല റസൂലുള്ളാഹി പറയുന്നു, ഉനാസുൻ സാലിഹൂൻ, സജ്ജനങ്ങളായ കുറച്ചാളുകൾ. ഫി ഉനാസിൻ സൂഇൻ കസീർ, ഒരുപാട് ചീത്ത മനുഷ്യന്മാരുടെ കൂട്ടത്തിലെ സജ്ജനങ്ങളായ കുറച്ച് മനുഷ്യർ. മൻ യഅസിഹിം അക്സറു മിമ്മൻ യുതീഉഹും, അവരെ അനുകൂലിക്കുന്നവർ വളരെ കുറവായിരിക്കും, അവരെ പ്രതികൂലിക്കുന്ന ആളുകൾ വളരെ കൂടുതലായിരിക്കും. എല്ലാവരും അവരെ വിമർശിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചുരുങ്ങിയ യഥാർത്ഥ തൗഹീദിന്റെ ആളുകൾ, അവർക്ക് മംഗളം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. കറകളഞ്ഞ തൗഹീദ് മനസ്സിലായി. ആ മനസ്സിലായ ആളുകളെ ഇന്ന് പലരും വിമർശിച്ചു കൊണ്ടിരിക്കുകയാണ്. സമുദായത്തിനകത്ത് നിന്ന് തന്നെ വിമർശനങ്ങളാണ്. ആ വിമർശനങ്ങൾ മുഴുവനും സഹിച്ചുകൊണ്ട് ഞങ്ങൾ ഈ സ്വീകരിച്ച തൗഹീദ്, അതാണ് ഈ ഇസ്ലാമിന്റെ ആണിക്കല്ല്, അടിത്തറ എന്ന് മനസ്സിലാക്കി അതിൽ ഇസ്ലാമിനെ കെട്ടിപ്പടുക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക, പരിവർത്തനത്തിന് ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. അങ്ങനെ ഇസ്ലാമിന് കാതലുണ്ടാക്കുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹുവേ, കറകളഞ്ഞ ഈമാൻ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹൽ അളീം ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഅൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറിദല്ലാഹ് ഉസീകും ഇബാദല്ലാഹി വഇയ്യായ ബിത്തഖ്വല്ലാഹ്. പാർലമെന്റ് ഇലക്ഷൻ അടുത്തുകൊണ്ടിരിക്കുകയാണ്. വോട്ട് ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്ന ഓരോ വ്യക്തികളുടെയും ഏറ്റവും വലിയ ഒരായുധമാണ്. എൻ്റെ ഒരു വോട്ട് കൊണ്ട് എന്താക്കാനാ എന്ന് വരെ ആലോചിക്കുന്ന ആളുകൾ ഈ കാലഘട്ടത്തിലും ജീവിക്കുന്നുണ്ട് എന്നതാണ് നമുക്ക് സംസാരങ്ങളിലൂടെയൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിജയമോ പരാജയമോ അല്ല, നമ്മുടെ നിലപാട് അടയാളപ്പെടുത്തുന്നതിൻ്റെ പേരാണ് വോട്ട്. നീതി, ന്യായം ഇതൊക്കെ നടപ്പിൽ വരണം എന്ന ആഗ്രഹം അടയാളപ്പെടുത്തുന്നതിൻ്റെ പേരാണ് വോട്ട്. അതൊരു ബാധ്യതയാണ്, വലിയ ബാധ്യതയാണ്. ഒരു വോട്ട് പോലും പാഴാകരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ന് ജാഹിലിയ്യ കാലത്ത് നടന്ന ഒരു സംഭവം നുബുവത്തിന് ശേഷവും ഓർമ്മിക്കാറുണ്ടായിരുന്നു, സഹാബാക്കളോട് പറയാറുണ്ടായിരുന്നു.
ഹിൽഫുൽ ഫുളൂല് എന്നൊക്കെയാണ് ചരിത്രത്തിൽ അതറിയപ്പെടുന്നത്. ആക്രമിക്കപ്പെട്ട ആളുകളുടെ കൂടെ നിന്ന് അവരുടെ അവകാശങ്ങൾ വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയിട്ട് അറബി കബീലകളെല്ലാവരും ഒരുമിച്ച് ഒരു വ്യക്തിയുടെ വീട്ടിൽ കൂടി ഉണ്ടാക്കിയ ഒരു ബൃഹത്തായ കരാർ. റസൂല് പറയുന്നു, അത്തരത്തിലുള്ള ഒരു കരാറ് ഇന്ന് നടപ്പിൽ വരികയാണെങ്കിൽ അതിനും ഞാൻ മുൻപന്തിയിലുണ്ടാകും എന്ന് പ്രഖ്യാപിച്ചു ആ ഹദീസ്. സമാധാനവും ശാന്തിയുമാണ് വേണ്ടത്. മൗലിക അവകാശങ്ങൾ നിലനിൽക്കുകയാണ് വേണ്ടത്. താമസിക്കാനുള്ള അവകാശം, ഭക്ഷണം കഴിക്കാനുള്ള അവകാശം, ഇഷ്ടമുള്ളത് ഉടുക്കാനുള്ള അവകാശം, അതുപോലെ ആരാധനാ സ്വാതന്ത്ര്യം, ആരാധനാലയങ്ങളുടെ സുരക്ഷ, അങ്ങനെയുള്ള മതേതരത്വവും ജനാധിപത്യവും നമുക്കും നമ്മുടെ പിൻതലമുറക്കുമെല്ലാം സുരക്ഷിതമായി ജീവിക്കാനുള്ള ചുറ്റുപാടുമെല്ലാം പുലർന്നു കാണാനുള്ള ആഗ്രഹവും പ്രാർത്ഥനയും അതിലേക്കുള്ള ചുവടുവെപ്പുമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ മുന്നിലുള്ളത്. ഒരു വോട്ട് പോലും നഷ്ടപ്പെട്ടു പോകരുത്. പരമാവധി എല്ലാവരും കാലത്തു തന്നെ പോകണം. ഇൻഷാ അല്ലാഹ് വെള്ളിയാഴ്ചയാണ്. ഇവിടെ ജുമുഅ നമസ്കാരം നമ്മുടെ കൊറോണ കാലഘട്ടത്തിൽ എന്ന പോലെ വളരെ പരിമിതമായ സമയത്തിനുള്ളിൽ തുടങ്ങുകയും അവസാനിപ്പിക്കുകയും ചെയ്യും. ഇൻഷാ അല്ലാഹ് 12:25 അടുത്ത ആഴ്ച ബാങ്ക്. 25 തുടങ്ങിയിട്ട് നമസ്കാരം അടക്കം 12:40 ഒരു 15 മിനിറ്റ് കൊണ്ട് ഈ നമ്മുടെ മഹല്ലിൽ പള്ളിയിൽ ഇൻഷാ അല്ലാഹ് നടക്കുന്നതായിരിക്കും. അതെല്ലാം ആ രൂപത്തിൽ തന്നെ കൈകാര്യം ചെയ്യുകയും പരമാവധി ശ്രദ്ധയോടുകൂടി പ്രവർത്തിക്കുകയും ചെയ്യുക. വ്യാജ വാർത്തകളുടെ ഊഹാപോഹങ്ങളുടെ പിന്നാലെ പോകരുത്. കാണുന്നതൊക്കെ ഫോർവേഡ് ചെയ്തുണ്ടാകുന്ന അനർത്ഥങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ വിഷയത്തിലും നല്ല ജാഗ്രതയും ശ്രദ്ധയും അനിവാര്യമാണ്. അല്ലാഹു തആല വളരെ ഭംഗിയായി ഇതെല്ലാം നടത്തിക്കൊണ്ടു പോകാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങൾ പാപികളാണ്. ഞങ്ങളുടെ പാപങ്ങളെല്ലാം നീ പുറത്തു തരണേ റഹ്മാനെ. നീ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ നിന്നെ വിശ്വസിക്കാൻ, ആ വിശ്വാസമനുസരിച്ച് പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ റഹ്മാനെ. വിശ്വാസികൾക്ക് നീ നൽകുന്ന എല്ലാവിധ ആനുകൂല്യങ്ങളും പാപികളായ ഞങ്ങൾക്കും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ പാപങ്ങളെല്ലാം പുറത്തു തരണേ റഹ്മാനെ. അല്ലാഹുവേ, ഹക്കടപാടുകൾ കടങ്ങളാണ്. ആ കടങ്ങളൊക്കെ നീ വീട്ടിത്തരണേ റഹ്മാനെ. ആർക്കെങ്കിലും ഞങ്ങളുടെ മേൽ വല്ല അവകാശവും ഉണ്ടെങ്കിൽ അതെല്ലാം നിന്റെ മഹദ് ഫളിൽ നിന്ന് നൽകി ഞങ്ങളെ രക്ഷപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹുവേ, പരലോകത്ത് സജ്ജനങ്ങളോടൊപ്പം സ്വർഗലോകത്ത് ഒരുമിച്ച് കൂട്ടിത്തരണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗികളുണ്ട്, നിനക്കറിയാം. എല്ലാവിധ രോഗങ്ങളും നീ ശിഫയാക്കണേ റഹ്മാനെ. മാരകമായ രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാത്തുരക്ഷിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ നാട്ടിൽ ശാന്തിയും സമാധാനവും സൗഹാർദ്ദവും നിലനിർത്തിത്തരണേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.